ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് CPM എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും അതൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗം കൂടിയാണെന്നും ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2021 BJPക്ക് കിട്ടിയത് 26 ലക്ഷത്തോളം വോട്ടുകളാണെന്നും 2024 ലോക്സഭയിലേക്ക് വരുമ്പോൾ BJPക്ക് കിട്ടിയത് അല്ലെങ്കിൽ NDAക്ക് കിട്ടിയത് 38 ലക്ഷം വോട്ടുകളാണെന്നും ഈ 26 ലക്ഷവും 38 ലക്ഷവും തമ്മിൽ 12 ലക്ഷത്തിന് വ്യത്യാസമുണ്ടെന്നും ആ 12 ലക്ഷം വോട്ടുകളുടെ വ്യത്യാസമാണ് കഴിഞ്ഞ തവണ 2021 നിയമസഭയിൽ LDF UDF തമ്മിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ BJPയിലേക്ക് പോയിട്ടുള്ള ഹിന്ദു ഈഴവ ഈ പറഞ്ഞ മറ്റു പിന്നോക്ക ജാതികളുടെ വോട്ടുകൾ തിരിച്ചു പിടിക്കേണ്ടത് CPMന് വളരെ ആവശ്യമാണെന്നും അത്തരത്തിലുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി കൂടിയാണ് ഈ പറയുന്ന പോലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ളൊരു ഐഡിയയാണ്, ഒരു സ്ട്രാറ്റജിയാണ് ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ഉണ്ട്, കാണാത്തവർക്ക് എടുത്ത് കാണാം. ഇന്ന് അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു എക്സിക്യൂഷൻ കൂടിയാണ് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുള്ളത്. കേരള മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ ഇന്ന് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാതെ പോകുന്ന ആ വിശദാംശങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. എങ്ങനെയാണ് കൃത്യമായ ഒരു നരേഷൻ ബിൽഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഈ പറയുന്ന പോലെ എതിർ പാർട്ടികളെ നിഷ്പ്രഭരാക്കുന്നതെന്നുള്ളതിൻ്റെയും ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു ഉദാഹരണമാണത്. അതിലേറ്റവും ആദ്യം അദ്ദേഹം തുടങ്ങുന്നത് ഈ പറയുന്ന ശേഖർ ബാബുവും അതുപോലെ പളനിവേൽ ത്യാഗരാജനും പോലെയുള്ള 2 പേർ തമിഴ്നാടിൻ്റെ മന്ത്രിമാർ ഇവിടെ പങ്കെടുക്കുന്നുണ്ടെന്നും അവർക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് വേണം അദ്ദേഹം തുടങ്ങുന്നതെങ്കിൽ ഉടനെ തന്നെ അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ളൊരു ഐഡിയ മുന്നോട്ട് വെച്ചു. കാരണം BJPയെയും സംഘപരിവാറിനെയും ഒക്കെ എതിർക്കുന്ന ഒരാശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതിലദ്ദേഹം പറയുന്നൊരു കാര്യം, ആരാണ് യഥാർത്ഥ ഭക്തർ എന്ന് പറയുന്ന ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. ആ യഥാർത്ഥ ഭക്തർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയിലെ ചില ശ്ലോകങ്ങൾ ഉദ്ധരിക്കുന്നു. അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, ആരോടും ദേഷ്യമില്ലാത്തവർ, ആരോടും വിരോധവും വെറുപ്പും തോന്നാത്തവർ, അവരാണ് യഥാർത്ഥ ഭക്തരെന്നും യഥാർത്ഥ ഭക്തരെന്ന് പറയുന്നത് എല്ലാം സഹിക്കുന്ന ആളുകളാണെന്നും അത്തരത്തിൽ സഹനശക്തിയുള്ള ആളുകളാണെന്നും അല്ലാതെ വെറുതെ കാര്യങ്ങൾ എതിർക്കുന്ന ആളുകളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതായത് അദ്ദേഹം തന്നെ കൃത്യമായി അതിനെ നിർവചിക്കുന്നത് ഭക്തി എന്ന് പറയുന്നത് കേവലം ഈ പറയുന്ന പോലെ പ്രകടമായിട്ടുള്ള ഒരു പരിവേഷം മാത്രമായി കൊണ്ടു നടക്കുന്നവരല്ല യഥാർത്ഥ ഭക്തരെന്നും യഥാർത്ഥ ഭക്തർ മറ്റുള്ള ആളുകളാണെന്നും പറഞ്ഞുകൊണ്ട് സംഘപരിവാറിനെയും BJPയും ഒക്കെ ഏറ്റവും ആദ്യം കടന്നാക്രമിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഒരു CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാനടക്കം വിമർശനമായി ഉന്നയിച്ചിരുന്നത് CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടി വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ എൻ്റെ അടിത്തറയിൽ പണിതിട്ടുള്ളൊരു പാർട്ടി എങ്ങനെയാണ് ഈ പറയുന്ന പോലെ ഒരു അമ്പലത്തിൻ്റെയും അതുപോലെ വിശ്വാസങ്ങളെയും ഒക്കെ കൂടുതൽ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി നടത്തുന്നത് എന്ന് പറയുന്ന ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനും അതിഗംഭീരമായി എനിക്കൊക്കെ തന്നെ വളരെ കൃത്യമായി കൺവിൻസിങ് ആവുന്ന ഒരു മറുപടിയാണ് പിണറായി വിജയൻ നൽകിയത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നത് ശബരിമല എന്ന് പറയുന്ന ക്ഷേത്രം എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ശബരിമല ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, വാവരെ കാണുന്നു, അതുപോലെ തെക്കുന്ന് വരുന്ന ആളുകൾ അർത്തുങ്കൽ പള്ളിയിൽ പോകുന്നു. അങ്ങനെയുള്ള യാതൊരു വിധത്തിലുള്ള മതപരമായ വിഭജനങ്ങളുമില്ലാത്ത, വംശീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിഭജനങ്ങളുമില്ലാത്ത ഏതൊരു മതക്കാരനും ജാതിക്കാരനും എല്ലാം തന്നെ ചെന്ന് കയറാൻ കഴിയുന്ന ഒരു വിശ്വാസത്തിൻ്റെ കേന്ദ്രമാണ് ശബരിമലയെന്നും അങ്ങനെ മതാതീതമായിട്ടുള്ള ഒരു ആത്മീയത നിലനിൽക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, മതാതീതമായിട്ടുള്ള ഒരു ആത്മീയത പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ശബരിമലയെന്നും അതുകൊണ്ട് തന്നെ ആ ശബരിമലയെ ലോകം മുഴുവൻ ഉള്ള തീർത്ഥാടകരെ കൊണ്ട് നിറയുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റേണ്ട ആവശ്യം ഈ കാലഘട്ടത്തിലുണ്ട് എന്നുള്ളതും മതാതീയമായിട്ടുള്ള ഒരു ആത്മീയതയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആലോചിച്ചെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണിതെന്നും അതുകൊണ്ട് തന്നെ അവിടേക്ക് വരുന്നവർക്ക്, വിവിധ ഭാഷകളിലുള്ളവർക്ക്, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഐഡിയോളജിക്കലായിട്ടുള്ള ആശയപരമായി അദ്ദേഹം എടുത്ത നിലപാടിനുള്ള കൃത്യമായുള്ള സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു തെളിവുകളും ആശയങ്ങളും കൂടി മുന്നോട്ട് വെക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കരുത്. ഇതോടുകൂടി തന്നെ ആ ബ്രഹ്മാസ്ത്രം മുന്നോട്ട് വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ CPMനകത്ത് തന്നെയുള്ള ഇതൊക്കെ പാർട്ടി ചെയ്യേണ്ടതാണോ, CPM പോലുള്ള ഇടതുപക്ഷം ചെയ്യേണ്ടതാണോ എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും എതിരാളികളെ തന്നെ ആകെപ്പാടെ നിഷ്പ്രഭരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അതിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. മാറുന്ന കാലത്ത് ഇത്തരത്തിലുള്ള മതേതര ജനാധിപത്യ ചിന്തകൾ വേണ്ടി വരുമെന്നും ഇത്തരത്തിലുള്ള മതാതീയമായിട്ടുള്ള ആത്മീയതകളെ ഡെവലപ്പ് ചെയ്യേണ്ടി വരികയും ചെയ്യും എന്ന് പറയുന്നു. ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഇത്തരത്തിലുള്ളൊരു നല്ല പരിപാടിയെപ്പോലും എതിർക്കാൻ
അതായത് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന മറ്റു ലോകത്തിൽ നിന്നുള്ള നിരവധി ഇപ്പം മൗറീഷ്യസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ മലേഷ്യയിൽ നിന്നൊക്കെ വരുന്ന നിരവധി ഇത്തരത്തിലുള്ള ആളുകൾ പല പ്രശ്നങ്ങളും പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നുണ്ടെന്നും ആ പ്രശ്നങ്ങളിൽ ഇരുമുടിക്കെട്ടും കൊണ്ട് വിമാനത്തിൽ വരുന്നതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെന്നും അതുപോലെ ഇവിടെ വന്നാലുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ പറയുന്നുണ്ടെന്നും ആ പ്രശ്നങ്ങളിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകൾ തുടങ്ങിയതെന്നും പക്ഷേ ഇത്തരം നല്ല ചിന്തകളെ പോലും ചില ആളുകൾ സുപ്രീം കോടതിയിൽ പോലും തടയാൻ ശ്രമിച്ചുവെന്നും ആ സുപ്രീം കോടതിയിൽ പോയി തടയാൻ ശ്രമിച്ചിട്ട് സുപ്രീം കോടതി പോലും കൃത്യമായിട്ട് ഇത് നടത്തിക്കൊള്ളാൻ ഗവൺമെൻറ്റിന് അനുമതി കൊടുക്കുകയാണ് ചെയ്തത് എന്ന് അതിഗംഭീരമായി പറഞ്ഞു വെക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കണം എന്ന് പറയുന്ന ചില വാദങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം BJPയും അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഹിന്ദു ഐക്യവേദിയും ശശികലയും RV ബാബുവും പോലെയുള്ള നിരവധി ആളുകൾ സമൂഹത്തിലേക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് നമുക്കറിയാം. ആ പ്രചരണങ്ങളെല്ലാം അദ്ദേഹം 1, 2, 3 എന്ന് പറഞ്ഞ് അക്കമിട്ട് നിരത്തി പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യം വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ചരിത്രം അറിയണം നിങ്ങളെന്നാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കയ്യിലാണ് പണ്ട് ഈ ക്ഷേത്രങ്ങൾ ഇരുന്നിരുന്നതെന്നും പക്ഷേ ആ ക്ഷേത്രങ്ങളിൽ അന്തിത്തിരി കത്തിക്കാൻ പോലും കാശില്ലാത്ത അവസ്ഥയായിരുന്നെന്നും അങ്ങനെ കാശില്ലാത്ത അവസ്ഥകളെത്തുമ്പോൾ ഇത് ഗവൺമെൻറ് തന്നെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവൺമെൻറ് ഇതൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നതെന്നും 2019 മഹാമാരി നിങ്ങൾക്ക് ഓർമ്മയില്ലെന്നും അന്ന് ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് യാതൊരുവിധ ശേഷിയുമില്ലാത്ത ഇത്തരത്തിൽ ശബരിമലയെ പോലെ അത്ര പ്രശസ്തമല്ലാത്ത അമ്പലങ്ങളൊക്കെ ബുദ്ധിമുട്ടിയെന്നും അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും 140 കോടി രൂപ അത്തരം ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിന് വേണ്ടിയും ഒരു തവണ പോലും അവിടുത്തെ പൂജാരിമാർക്ക് ശമ്പളം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയും സംഭാവന ചെയ്തു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ 110 കോടി രൂപ മരാമത്ത് പണികൾക്ക് വേണ്ടി കൂടി ഈ പറയുന്ന അമ്പലങ്ങൾക്ക് വേണ്ടി ചെലവാക്കി എന്നുള്ളതാണ്. അതായത് സർക്കാർ സഹായമില്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ക്ഷയിച്ച നിരവധി ക്ഷേത്രങ്ങളുണ്ടെന്നും വലിയ വരുമാനമില്ലാത്ത ക്ഷേത്രങ്ങളെന്നും അവയൊക്കെ തന്നെ ഈ പറയുന്ന പോലെ എന്താണ് ക്ഷയിച്ചു പോകണമെന്നും ആഗ്രഹിക്കുന്നവരാണ് ഈ പറയുന്ന പ്രചാരണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അദ്ദേഹം പറയുകയാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളിതൊന്ന് കണക്റ്റ് ചെയ്യണം. ആദ്യം യഥാർത്ഥ വിശ്വാസികളല്ല ഇവരെ എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് കൃത്യമായി പിണറായി വിജയൻ ചെയ്തത്. പിന്നെ അദ്ദേഹം പറയുന്നത് അടുത്തൊരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം എന്താണ്? ദേവസ്വം ബോർഡിൻ്റെ വരുമാനം സർക്കാർ കൈക്കലാക്കുന്നു എന്ന് പറയുന്ന വ്യാജ പ്രചരണം നടക്കുന്നു എന്നാണ്. പലതവണ ഗവൺമെൻറ് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടും അത് മനസ്സിലാകാത്ത രീതിയിൽ ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ് പണമെടുത്തുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം ചില കണക്കുകൾ നമ്മളോട് വളരെ കൃത്യമായി ഫാക്ച്വലായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചു പറയുകയാണ് ചെയ്യുന്നത്. ക്ഷേത്ര വരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ് 1 രൂപ പോലും പണം എടുക്കുന്നില്ല എന്ന് മാത്രമല്ല സർക്കാർ പണം നൽകുന്നത് കൊണ്ട് മാത്രം അന്തിത്തിരി തെളിക്കുന്ന നിരവധി ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറയുന്നു. വിവിധ 145.5 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കായി ഗവൺമെൻറ് പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. കൂടാതെ നിരവധി ദേവസ്വം ബോർഡുകൾക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള പണത്തിൻ്റെ കണക്കുകൾ കൂടി അദ്ദേഹം ഹാജരാക്കുന്നു. ആ കണക്കുകളിൽ അദ്ദേഹം പറയുന്നത് ട്രിവാൻഡ്രം ദേവസ്വം ബോർഡിന് 145 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊച്ചി ദേവസ്വം ബോർഡിന് 26 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിന് 305 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ദേവസ്വം ബോർഡുകൾക്കായി തന്നെ എല്ലാം തന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രത്തിന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 30 കോടി രൂപയിലധികം കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ എല്ലാം കൂടി കൂട്ടി വെക്കുമ്പോൾ ഏതാണ്ട് 650 കോടി രൂപയിലധികം ഈ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ് ഇത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷം അദ്ദേഹം പറയുന്നത് ശബരിമലയെക്കുറിച്ചാണ്. ശബരിമലയിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ മാസ്റ്റർ പ്ലാനിന് വേണ്ടി മാത്രം ഇതുപോലെ 83.95 കോടി രൂപ ചെലവ് കൊടുത്തുവെന്നും അതുപോലെ തന്നെ അവിടുത്തെ സാനിറ്റേഷൻ പദ്ധതികൾക്ക് വേണ്ടി 22 കോടി രൂപ കൊടുത്തുവെന്നും ഇടത്താവളം ഒരുക്കുന്നതിന് വേണ്ടി 116 കോടി രൂപ എന്ത് ചെയ്തു കൊടുത്തുവെന്നും ഇതുപോലെ ഉത്സവം നടത്തുന്നതിന് വേണ്ടി 10 കോടി രൂപ കൊടുത്തുവെന്നുമുള്ള കൃത്യമായ കണക്കുകൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് മാത്രം 2019-2020 100 കോടി രൂപയും 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 350 കോടി രൂപയും 4.5 കൊല്ലം കൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ പിണറായി വിജയൻ ഭരിക്കുന്ന 4.5 കൊല്ലം കൊണ്ട് 32 കോടി രൂപയും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന കണക്കുകൾ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് തനിക്കുകൾക്കെതിരെയുള്ള ആരോപണങ്ങളുടെ എല്ലാം തന്നെ മുനയൊടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇനി അദ്ദേഹം പറയുന്നത് മറ്റൊരു നനഞ്ഞ പടക്കം അല്ലെങ്കിൽ മറ്റൊരു ആരോപണം ഇതൊന്നും പൊളിഞ്ഞു പോയപ്പോൾ മറ്റൊരു വലിയ ആരോപണം കൂടി ഇവിടുത്തെ മാധ്യമങ്ങളും അതുപോലെ പ്രതിപക്ഷവും കൂടി കെട്ടിപ്പൊക്കിയെന്നാണ്. ഞാനടക്കമുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചു പോയൊരു ഒരു ആരോപണമാണത്. ആ ആരോപണം എന്ന് പറയുന്നത്
ഒരു കള്ളപ്രചരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് വേണ്ടിയും കൂടി ഇതുപോലെ സംഗമങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു നനഞ്ഞ പടക്കമാണെന്നും രാഷ്ട്രീയമായിട്ടുള്ള ദുഷ്ടലാക്കോടുകൂടി പടത്തുവിട്ടിട്ടുള്ള ഒരു പ്രചരണമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് 2031 വരെ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു പദ്ധതികൾ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ആ സമയത്തേക്ക് ഒരു പ്ലാറ്റിനം ജൂബിലിയാണ് കേരളത്തിൻ്റെ എന്ന് നിങ്ങൾ ആലോചിക്കണം. 1956 രൂപീകരിക്കപ്പെട്ട കേരളത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലിയാണ്. ആ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് എങ്ങനെയായിരിക്കണം കേരളം എന്നുള്ളതിന് സംഘടിപ്പിക്കാൻ വേണ്ടി ഈ വരുന്ന ഒക്ടോബറിൽ 33 സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ 33 സംഗമങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ പേരിൽ, പൊതുമരാമത്ത് വകുപ്പിൻ്റെ പേരിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേരിലൊക്കെ തന്നെ നിരവധി സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. അതിൽ ഒരു വകുപ്പ് കൂടിയാണ് ന്യൂനപക്ഷ വകുപ്പ് എന്നും ആ ന്യൂനപക്ഷ വകുപ്പിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന 33 സംഗമങ്ങളിൽ ഒരെണ്ണത്തിനെയാണ് ന്യൂനപക്ഷ സംഗമമായി ചിലർ വ്യാഖ്യാനിക്കുന്നതെന്നും അത്തരത്തിലൊരു ഉദ്ദേശമില്ലെന്നും അത് യഥാർത്ഥത്തിൽ നനഞ്ഞ പടക്കവും ദുഷ്ടലാക്കോടുകൂടിയുള്ള ആരോപണങ്ങളാണ് എന്നുള്ളത് അദ്ദേഹം എന്ത് ചെയ്യുന്നു പറഞ്ഞു നോക്കുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, മലേഷ്യയിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നുമുള്ള ചില ആളുകൾ അവർ വിളിച്ച് അവരുടെ പ്രശ്നങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമാനത്തിലൂടെ ഈ പറഞ്ഞ ഇരുമുറിക്കെട്ടുമായി വരുന്നതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ പറഞ്ഞപ്പോൾ ഏതാണ്ട് 1 കൊല്ലം മുമ്പ് തന്നെ ഇത് ആലോചിച്ച് തുടങ്ങിയതാണെന്നും അല്ലാതെ ഇപ്പോൾ പെട്ടെന്ന് വർഷങ്ങളുടെ ആലോചനയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായതെന്നും അല്ലാതെ ആഗോള അയ്യപ്പ സംഗമം ഈ പെട്ടെന്ന് രാഷ്ട്രീയമായി ഇലക്ഷന് വേണ്ടിയിട്ട് കെട്ടിപ്പൊക്കിയ ഒരു പരിപാടിയല്ലെന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ആലോചനകളുണ്ട് എന്നുള്ളതും അതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയിൽപാതയും റോപ്പ് വേയും വിമാനത്താവളവും ഒക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നാണ്. അതിൽ അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറയുന്നത്, റെയിൽവേ പാത നടപ്പിലാക്കണമെന്ന് പറഞ്ഞപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പകുതി പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പണത്തിൽ നിന്ന് പിന്മാറി, അല്ലെങ്കിൽ അത്തരം ഒരു വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറി, അതുകൊണ്ട് ഇത് നടക്കില്ല എന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അങ്ങനെ ഒരു പിന്മാറ്റവും ഉണ്ടായിട്ടില്ലെന്നും ഏറ്റവും ഒടുവിലത്തെ മീറ്റിങ്ങിൽ പോലും പിണറായി വിജയനും റെയിൽവേ മന്ത്രിയുമായിട്ടിരുന്ന് കണ്ടതാണെന്നും അതിന് 50% കേരള ഗവൺമെൻറ് അത് കൊടുക്കുമെന്നും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ പദ്ധതിയുടെ അനുമതികളും അതുപോലെ നടത്തിപ്പുമെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണമെന്നും ആ നിലപാടുകളിൽ ഒരു മാറ്റവുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെല്ലാം അതിഗംഭീരമായി അവതരിപ്പിച്ചതിന് ശേഷം ഇനി ശബരിമലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ആലോചിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുകൂടി, അതായത് നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റും ഹോപ്പും നൽകുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കൂടി അദ്ദേഹം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് 2027 എത്തുമ്പോൾ 600 കോടി രൂപ 47 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് വരുന്നുവെന്നും അതുപോലെ 2028 മുതൽ 33 വരെയുള്ള അടുത്ത ഘട്ടത്തിൽ 100 കോടി 22 ലക്ഷത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് വരുന്നുവെന്നും 2034 മുതൽ 37 വരെ എത്തുമ്പോൾ 77 കോടി രൂപയുടെ പ്രൊജക്റ്റ് വരുന്നുവെന്നും ഇങ്ങനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 718 കോടി രൂപയുടെ ഒരു പദ്ധതിയുടെ രൂപരേഖ നമ്മൾ തയ്യാറായിട്ടുണ്ടെന്നും അത്തരത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ, കഴിഞ്ഞ മണ്ഡലവിളക്കിനേക്കാൾ ഏതാണ്ട് 45 ലക്ഷത്തിൽ നിന്ന് 53 ലക്ഷമായി കൂടിയിട്ടുള്ള ആളുകളുടെ ഭക്തരുടെ പറയുന്ന വരവ് കൂടുമ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ളൊരു വികസന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് എതിർക്കാനാവില്ല. യഥാർത്ഥ ഭക്തർക്ക് ആവശ്യമുള്ള കാര്യം ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. അതേറ്റവും കൃത്യമായി പറഞ്ഞാൽ മതാതീയമായിട്ടുള്ള ഒരു ആത്മീയത പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി CPM എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും എടുക്കേണ്ട നിലപാടാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ പിണറായി വിജയൻ ഇതിനെതിരെ ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും തന്നെ നിഷ്പ്രഭമാക്കുകയും ഇതിനെ എതിർക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് വളരെ കൃത്യമായി ഓരോ രാഷ്ട്രീയ പാർട്ടിയെയും എത്തിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഏതാണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ 50% വരുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ അത് വിജയകരമായി പിണറായി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിണറായി നിയമസഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതിനേക്കാൾ മെറ്റിക്കുലസായ, കൃത്യമായി പഠിച്ചുകൊണ്ടുള്ള ആശയപരമായ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ഇടതുപക്ഷ ബുദ്ധിജീവികൾക്ക് പോലും കൺവിൻസിംഗ് ആവുന്ന രീതിയിൽ ബിൽഡ് ചെയ്തുകൊണ്ടുള്ള അതിഗംഭീരമായിട്ടുള്ളൊരു നരേറ്റീവായിരുന്നു ഇതെന്ന് പറയാതെ വയ്യ പിണറായിയെ വിമർശിക്കുന്നവർക്ക് പോലും.